വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS ക്ലർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റഡി ദ ഫോളോയിങ് സീക്വൻസ് കെയർഫുള്ളി ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്, അതിനെ ഫോളോയിങ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അതാണ് നോക്കേണ്ടത്. ഇഫ് വി ആഡ് L after first letter in every word, then how many meaningful words will be formed എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ വേർഡിന്റെയും രണ്ടാമതായിട്ട് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞിട്ട് അപ്പം എല്ലാം ആഡ് ചെയ്യുക, എല്ലായിടത്തും എല്ലാം ആഡ് ചെയ്യുക. സോ നമുക്ക് ആദ്യം ക്ലോട്ട് എന്ന് കിട്ടും, പിന്നെ ILVY, PLEA, FLOX, MLRU ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ നമുക്കൊരു 1 മീനിങ്ഫുൾ വേർഡ് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. സോ ആൻസർ വിൽ ബി 1. If the third letter of each word is replaced by its succeeding letter according to English alphabet order, then in how many words vowels will appear more than once എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ലെറ്റർ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണം. അതിന്റെ സക്സീഡിങ് ലെറ്റർ ആയിട്ട് COU, IV, Z വരും, PEB വരും, FOZ വരും, MRV വരും. സോ നമുക്ക് ഇവിടെ മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് പോലും കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? അല്ല, നമുക്ക് vowels will appear more than once എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നൺ ഓഫ് ദീസ് ഒന്നും കിട്ടുന്നില്ല. നൺ എന്നുള്ളതാണ് കിട്ടുന്നത്. നൺ എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത നമുക്ക് all the words are arranged according to English alphabetical order from left to right, then which word will appear fourth from the left end എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ എഴുതുകയാണെങ്കിൽ ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ് സൈഡിൽ ഏതാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം ഏത് വരും? COT തന്നെ വരും. അത് കഴിഞ്ഞ് FOX വരും. അത് കഴിഞ്ഞ് IVY, MRU, PEA എന്നാണ് വരുന്നത്. ഇതിന് ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ് 1, 2, 3, 4 നമുക്ക് ഏതാണ് വരുന്നത്? MRU ആണ് ഇവിടെ വരുന്നത്. MRU വരും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അടുത്തത്, ഇഫ് ഓൾ ദ ലെറ്റേഴ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ വിത്തിൻ ഈച്ച് വേർഡ്, then in how many words vowel will appear at the second position എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാം ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഓരോ ലെറ്റേഴ്സും മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇത് ശരിയായിട്ടുള്ള ഓർഡർ തന്നെയാണ്. അടുത്തത് ഇതും ശരിയായിട്ടുള്ള ഓർഡറിലാണ്. AEP എന്ന് വരും. ഇത് FOX തന്നെയാണ്. ഇത് ശരിയായിട്ടുള്ള ഓർഡർ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വവ്വൽ രണ്ടാമതായിട്ട് വരുന്നത് ഇവിടെ ഇതിനകത്തൊക്കെ ഉണ്ട്. 1, 2, 3 ടേമിൽ വവ്വൽ രണ്ടായിട്ട് വരുന്നുണ്ട്, രണ്ടാമതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് പൊസിഷന് വവ്വൽ വരുന്നത് 3 ടേംസിലാണ്, 3 വേർഡിലാണ് വരുന്നത്.
3 വേർഡിൽ വരുന്നുണ്ട്. അടുത്തത്, how many letters are there in English alphabetical series between the first letter of the second word, first letter of the second word from the left end and third letter of the third word from the right end? How many letters are there in English alphabetical series between the first letter of the second word from the left end and third letter of the third word from the right end എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ സെക്കൻഡ് വേർഡ്. അപ്പൊ നമുക്ക് സെക്കൻഡ് വേർഡ് എടുക്കുക. സെക്കൻഡ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഐ ആണ്. ഐ. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ആൻഡ് തേർഡ് ലെറ്റർ ഓഫ് ദ തേർഡ് വേർഡ് ഫ്രം ദ റൈറ്റ് എൻഡ്. 1 2 3 ഇതില് തേർഡ് ലെറ്റർ ഓഫ് ദ തേർഡ് വേർഡ് ഫ്രം ദ റൈറ്റ് എൻഡ്. അപ്പൊ ഇതിനകത്ത് പി വരും. ഓക്കെ, അപ്പോഴ് ഇതില് എത്ര ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ സീരീസിൽ ഇതിന്റെ ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പേരാണുള്ളത്? ഐ കഴിഞ്ഞാൽ ജെ, കെ, എൽ, എം, എൻ, ഒ. 6 പേരുണ്ട് അല്ലെ? ഓക്കെ, 6 പേരാണുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 6 എന്നുള്ള ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കിട്ടുന്നത്. 6 എന്നുള്ള ആൻസറിലേക്ക്. ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇഫ് ദ നമ്പർ 359824761 is added to each even digit and 2 is subtracted from each odd digit. അപ്പൊ എന്താണ്? ഓരോ 1 is added to each even digit ആണ്. അപ്പൊ ഇവിടെ ഈവൻ ആയിട്ട് 3 5 9 8 ആണുള്ളത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അടുത്ത് 3 വന്നു, അടുത്ത് 5 വന്നു, 7 വന്നു. ഇങ്ങനെ ഇരിക്കണം. Then 2 is subtracted from each odd digit ആണ്. ഓഡിന്റെ കൂടെ 2 എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 1 3 ഇവിടെ എത്ര വരും? 7. ഇതെല്ലാം അതുപോലെ തന്നെ വരും. ഏതാണ്? 9 3 5 എന്നുള്ളത് അതുപോലെ തന്നെ വരും. ഇവിടെ 5 വരും, ഇവിടെ 7 തന്നെ വരും. ഓക്കെ, then which digit will not appear twice in the number thus obtained? ഏതാണ് ടോയ്സ് 2 തവണ അപ്പിയർ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് അതിവിടെ 3 ടോയ്സ് ഉണ്ട്, 7 ടോയ്സ് ഉണ്ട്, 5 ടോയ്സ് ഉണ്ട്. അപ്പൊ എന്താണ്? ബോത്ത് 9 ആൻഡ് 1. 9 ഒന്നും ടോയ്സ് അപ്പിയർ ചെയ്യുന്നില്ല. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. 6 people PQRSTU have events on different dates. ഏതൊക്കെയാണ്? 7th 12th of the different months. ഇപ്പൊ ഏതൊക്കെയാണ്? ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്. ഇപ്പൊ ജനുവരിയിൽ 7th 12th ഉണ്ട്, ഫെബ്രുവരിയിൽ 7th ഉണ്ട്, 12th ഉണ്ട്, 7th ഉണ്ട്, 12th ഉണ്ട്. ഓക്കെ, D has even on even number dates in the month having 31 days എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ D has even on even number date in month having 31 days. So നമുക്ക് ഇവിടെ എന്ത് പറയാം? ഡിയുടേത് മാർച്ച് 12. Number of person have even before D is same as the number of person have even after it. Okay, number of person
have event before D is same as the number of person have event after A. So A യുടെ പൊസിഷൻ ഇതാണെന്ന് മനസ്സിലായി. Okay, one person has event between A and C. Aക്കും Cക്കും ഇടയിൽ ഒരാളുണ്ട്. So C യുടെ പൊസിഷൻ ഇതാണെന്ന് മനസ്സിലായി. F has event before C. അപ്പൊ F ന്റെ പൊസിഷൻ ഇതാണെന്ന് മനസ്സിലായല്ലോ. B has event just before E. Just before E ആണ് ആരുടേത്? B. Okay, അപ്പൊ E യുടെ പൊസിഷൻ ഇവിടെ എല്ലാം വരുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു സീരീസ് ഓഫ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സീരീസ് ഓഫ് പൊസിഷൻ നിങ്ങൾ ഇത് വരച്ചു വെക്കുക. ഇതിന്റെ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വരുന്നത്. How many person have event before B? Before B, Bക്ക് മുന്നിൽ എത്ര പേരുണ്ട്? 1, 2, 3. എത്ര പേരുണ്ട്? 3 persons ആണ് നമുക്ക് കിട്ടുന്നത്. 3 persons ആണ് ബിഫോർ ബി വരുന്നത്. ഏതൊക്കെയാണ്? എയും എഫും സിയും ആണ് ബിഫോർ ബി വരുന്ന 3 ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who among the following has event just after D? ഡിക്ക് ശേഷം ആരെങ്കിലും ഉണ്ടോ? ഡിക്ക് ശേഷം ആരുമില്ല. നൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരുമില്ല. How many person have event between F and D? എഫിനും ഡിക്കും ഇടയിൽ 1, 2, 3 ആൾക്കാരാണുള്ളത്. എത്ര പേരാണുള്ളത്? 3 പേരാണ് ഉള്ളത്. അടുത്തത്, ഇ ഹാസ് ഇവന്റ് ഓൺ വിച്ച് among the following date? ഈക്ക് ഏത് ഡേറ്റിലാണ്? മാർച്ച് 17 ആണ് എന്ത് വരുന്നത്? ഈക്ക് വരുന്നത് നൺ ഓഫ് ദീസ്. മാർച്ച് 17 വരുന്നത്. ഓ സോറി, മാർച്ച് 7 ആണ്. നമ്മൾ 17th ആണെന്ന് എഴുതിയത്. 17th അല്ല, നമ്മൾ ക്വസ്റ്റിനകത്ത് 17th ആണ് എഴുതി പോയത്. ബട്ട് മാർച്ച് 7 ആണ് വരുന്നത്. 17th അല്ല. സോ മാർച്ച് 7 ആണ് ഇവിടെ വരുന്നത്. Four of the following 5 are like in certain way and hence form a group. Which is one of the does not belong to that group? തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് ഈ 4 എണ്ണം സെയിം ഗ്രൂപ്പ് ആണ്. ഏതാണ് ഓടായിട്ട് വന്നേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എയും എഫും ജനുവരി തന്നെയാണുള്ളത്. അടുത്ത ഇ എഫ് തമ്മിൽ വലിയ ബന്ധമൊന്നും കാണുന്നില്ല. എഫും സിയും നമുക്ക് 2 മാസങ്ങളിലാണ്. ഇയും എഫും നമുക്ക് 2 മാസങ്ങളിലാണ്. ഓക്കെ, എഫ് സി നമുക്ക് 2 മാസങ്ങളാണ്. ഇ ബിയും 2 മാസങ്ങളാണ്. സിയും ബിയും അത് 2 മാസങ്ങൾ. അപ്പൊ ഒരേപോലെ വന്ന് എയും എഫ് ആണ്. എയും എഫും എന്താണ്? ഒരേ മന്തിലാണ്. ജനുവരിയിലുള്ളതാണ് എയും എഫ്. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ത് പറയുന്നത്? ഓഡ് 1 ആയിട്ട് വരുന്നത്. എയും എഫ്. അടുത്തത് നമുക്കിനി ഇവിടെ വീണ്ടും ഒരു ഗ്രൂപ്പ് തന്നേക്കണം. RUY. ഓക്കെ, ഇതില്ല നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ലൈൻ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ABCD ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് ഓഫ് എ ട്രെയിൻ. റീഡ് ദ ഡേറ്റ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ പാസഞ്ചേഴ്സ് ഇൻ ER വാട്ട് പെർസെന്റ് ലെസ് ദാൻ ടോട്ടൽ പാസഞ്ചേഴ്സ് ഇൻ A? അപ്പൊ ഇയും എയും ആണ് എടുക്കേണ്ടത്. ഇയും എയും എടുക്കുക. ഇയും എയും എടുത്തു കഴിഞ്ഞാൽ ഈ നോക്കൂ, ഈയുടെ പൊസിഷൻ ഇവിടെയാണ്. സോ ഇവിടെ ഓരോന്നും 2 വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്? 30. ഓക്കെ, ഓരോന്നും 1 വെച്ചിട്ടാണ്. 31, 32, 33. അപ്പൊ ഇയില് 33. എയില് നോക്കുമ്പോഴത്തേക്ക് 36. 33, 36 ആണ്. ഈ 33, എ 36. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഈ 33 പേരുണ്ട്. എയില് 36 പേരുണ്ട്. ടോട്ടൽ പാസഞ്ചേഴ്സ് ഇൻ ER വാട്ട് പെർസെന്റേജ് ലെസ് ദാൻ ടോട്ടൽ പാസഞ്ചേഴ്സ് ഇൻ A എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 ആണ് കുറവ്. ഡിഫറൻസ് എത്രയാണ്? 3. എത്രയിലാ കുറവ്? 36 into 100. അപ്പൊ 1/12. അപ്പൊ 100/12 വരും. 50/6 വരും. 25/3 വരും.
സോ നമുക്ക് എത്ര കിട്ടും? 8 and 1/3% എന്നുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ടോട്ടൽ ഫൈൻഡ് ആവറേജ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഇൻ ACEയിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ACEയിലുള്ള പാസഞ്ചേഴ്സിന്റെ എണ്ണമാണ് എടുക്കേണ്ടത്. ACE എടുക്കുക. A എന്ന് പറയുന്നത് എത്ര ഉണ്ട്? A എന്ന് പറയുന്നത് 36. C എത്ര ഉണ്ട്? 27. E എത്ര ഉണ്ട്? 33. 16, 4, 6, 9, 96 ടോട്ടൽ. അതിന്റെ ആവറേജ് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം 32 വരും അല്ലെ? ഓക്കെ, ആൻസർ ഇവിടെ എന്ത് വരും? ഓപ്ഷൻ എ ആണ്. 32 ആണ് ആവറേജ് വരുന്നത്. പാസഞ്ചേഴ്സിന്റെ ആവറേജ് 32 വരും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ടോട്ടൽ പാസഞ്ചേഴ്സ് ഇൻ ബി ടു ദാറ്റ് ഇൻ ഡി. ബി ടു ഡി. ബി ഡി ആണ് എടുക്കേണ്ടത്. ഓക്കെ, റേഷ്യോ ടു ബി ടു ഡി എടുക്കണം അല്ലെ? ബി ടു ഡി. സോ ബി എടുക്കൂ. ബി ഇവിടെ എത്ര ഉണ്ട്? 16, 17, 18 ഉണ്ട് അല്ലെ? 18. ഡിയോ? ഡി നമുക്ക് 21, 22. 9:11 എന്ന് കിട്ടും. 9:11 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 9:11 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ പാസഞ്ചേഴ്സ് ഇൻ സി ആൻഡ് ഇ ടുഗദർ ആർ വാട്ട് പെർസെന്റ് മോർ ദാൻ ടോട്ടൽ പാസഞ്ചേജ് ഇൻ എ? സോ എയും നമുക്ക് വേണ്ടത് സി പ്ലസ് ഇ ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമുക്ക് അറിയേണ്ടത്. സി എത്രയാണ്? സി എന്ന് പറയുന്നത് 27, എ എന്ന് പറയുന്നത് 36 ഡിവൈഡഡ് ബൈ സി പ്ലസ് ഇ ആണ്. ഇ എന്ന് പറയുന്നത് എത്രയാണ്? 30, 35, 36, 37. സോ 27 പ്ലസ് 37 ഡിവൈഡഡ് ബൈ എയുടേത് വേണം. എയുടേത് എത്രയാണ്? 36. അപ്പം 30, 64 ഡിവൈഡഡ് ബൈ 36 എന്ന് വരും. സോ 3, 2, 6, 2, 4, 1, 2, 2, 8, 2, 16. 16/9 കിട്ടും. വാട്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് 1600/9 ചെയ്യുക. Okay. Find the total number of passengers traveling in B, C and D together. B, C, D together എത്ര പേരുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. B എന്ന് പറയുന്നത് 16, 17, 18. C എന്ന് പറയുന്നത് 26, 27, 21, 22. 8, 2, 10, 17, 5, 1, 4, 2, 6. 67 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 67. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് വേറൊരു സെക്ഷനിൽ നോക്കാം.